നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വീട്ടിൽ അതിക്രമിച്ചു കയറി വാഹനവും CCTV ക്യാമറകളും തല്ലിത്തകർത്ത സംഭവത്തിലെ പ്രതിയെ ചാലിശ്ശേരി പോലീസ് പിടികൂടി. തൃത്താല ഞാങ്ങാട്ടിരി സ്വദേശി കൊഴിക്കാട്ടിൽ വീട്ടിൽ സൻഫീർ ആണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് പ്രതി തെക്കേ വാവന്നൂരിലെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയത്. മരപ്പലകയും കല്ലുമായെത്തിയ പ്രതി വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ ചില്ലുകൾ പൂർണ്ണമായും അടിച്ചു തകർത്തു. തുടർന്ന് വീടിന്റെ ജനൽ ചില്ലുകളും തകർത്ത് പ്രതി വീട്ടിൽ സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറയും തല്ലി തകർത്തു. വീട്ടിലെ അംഗത്തോടുള്ള വ്യക്തിവൈരാഗ്യം മൂലമാണ് പ്രതി ആക്രമണം നടത്തിയത് എന്നാണ് സൂചന. നിലവിൽ സൻഫീറിന്റെ പേരിൽ മോഷണ കേസ്, ലഹരി കേസ് എന്നിങ്ങനെ 15ഓളം കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. SI അരവിന്ദാക്ഷൻ, ASI സുരേഷ്, പോലീസ് സ്ക്വാഡ് അംഗങ്ങളായ അബ്ദുൾ റഷീദ്, സൻഫീർ, കമൽ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ദേശവിളക്ക് കഴിഞ്ഞ് മടങ്ങിവരുന്ന ഭാര്യയെയും മകളെയും കാത്തു നിൽക്കുകയായിരുന്നയാളെ മർദ്ദിച്ച സംഭവത്തിലെ പ്രതിയെ ചാലിശ്ശേരി പോലീസ് പിടികൂടി. കറുകപുത്തൂരിലെ ദേശവിളക്ക് കാണാൻ പോയി മടങ്ങിവരുന്ന ഭാര്യയെയും മകളെയും കാത്തുനിൽക്കുകയായിരുന്നയാളെ ഷാജഹാൻ യാതൊരു പ്രകോപനവുമില്ലാതെ ചോദ്യം ചെയ്ത് മർദ്ദിക്കുകയായിരുന്നു എന്ന് പറയുന്നു. മർദ്ദിച്ച ശേഷം തലയ്ക്ക് കരിങ്കല്ലുകൊണ്ട് അടിക്കാൻ ശ്രമിച്ചെങ്കിലും തലനാഴികയ്ക്കാണ് മർദ്ദനമേറ്റയാൾ രക്ഷപ്പെട്ടത്. 7ഓളം കേസുകളിൽ ഉൾപ്പെട്ട ഷാജഹാൻ 10 വർഷം ശിക്ഷിക്കപ്പെട്ടയാളാണ്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ വിട്ടു. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ഭക്തി നിർഭരം. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ രാവിലെ മുതൽ വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ക്ഷേത്രത്തിൽ കഴിഞ്ഞ 30 ദിവസമായി നടന്നുവരുന്ന വിളക്കാഘോഷങ്ങൾക്ക് ഏകാദശിയോടെ പരിസമാപ്തിയാകും. ദേവസ്വം വക ഉദയാസ്തമന പൂജയോടെയാണ് ഏകാദശി ദിവസത്തെ വിളക്കാഘോഷം. രാവിലെ നടന്ന കാഴ്ചശീവേലിയിൽ കൊമ്പൻ ഇന്ദ്രസൻ സ്വർണ്ണക്കോലമേറ്റി. വിഷ്ണുവും ചെന്താമരാക്ഷനും പറ്റാനകളായി. തുടർന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് 3 ആനകളോടെ എഴുന്നള്ളിപ്പായിരുന്നു. പല്ലശ്ശന മുരളിയുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടിയായി. തിരിച്ചെഴുന്നള്ളിപ്പിന് ഗുരുവായൂർ മുരളിയുടെ നാഗസ്വരവുമുണ്ടായിരുന്നു. ദശമി ദിവസമായ ഞായറാഴ്ച പുലർച്ചെ തുറന്ന ക്ഷേത്രനട ഇനി പൂജകൾക്കല്ലാതെ ചൊവ്വാഴ്ച രാവിലെ 8 വരെ അടക്കില്ല. തിരക്ക് കണക്കിലെടുത്ത് ദർശനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിനും സുരക്ഷയ്ക്കുമായി കൂടുതൽ പോലീസിന്റെയും സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെയും സേവനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സന്ധ്യയ്ക്ക് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും രഥം എഴുന്നള്ളിപ്പുണ്ടാകും. രാത്രി വിളക്കെഴുന്നള്ളിപ്പ് 11-ന് തുടങ്ങി വെളുപ്പിന് 2-നാണ് സമാപിക്കുക. ചൊവ്വാഴ്ച രാവിലെ ദ്വാദശിയൂട്ട് കഴിഞ്ഞ് ശുദ്ധിക്കു ശേഷം ഗോപുരവാതിൽ അടയ്ക്കും. പിന്നീട് വൈകിട്ട് 3:30 മാത്രമേ തുറക്കുകയുള്ളൂ. ക്ഷേത്രത്തിനകത്ത് ശീവേലി അടക്കമുള്ള എല്ലാ ചടങ്ങുകളും നടക്കും. ഈ സമയം ക്ഷേത്രത്തിന് പുറത്ത് വിവാഹമടക്കമുള്ള ചടങ്ങുകൾ നടത്തില്ല. ദ്വാദശി ദിവസമായ നാളെ പുലർച്ചെ വേദജ്ഞർക്ക് ദക്ഷിണ നൽകി തുളസി തീർത്ഥം സേവിക്കുന്നതോടെയാണ് ഏകാദശി വ്രതം പൂർണ്ണമാകുക. വല്ലപ്പുഴയിൽ UDFന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു. സന്ദീപ് വാര്യർ യോഗം ഉദ്ഘാടനം ചെയ്തു. വല്ലപ്പുഴയിൽ UDFന്റെ നേതൃത്വത്തിലാണ് രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചത്. KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ യോഗം ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ ഹൃദയവികാരങ്ങളെ മുറിവേൽപ്പിച്ചുകൊണ്ട്, കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരെ വേദനിപ്പിച്ചുകൊണ്ട് ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹത്തിലുണ്ടായിരുന്ന സ്വർണ്ണപ്പാളി മാത്രമല്ല അവിടുത്തെ കട്ടിളപ്പാളി വരെ ഊരിക്കൊണ്ടുപോയ വിദ്വാന്മാരിൽ നിന്ന് കേരളം വരുന്നത്. ഏറ്റവും ദരിദ്രവാസിയായ കടനായിരിക്കും കട്ടിളപ്പാളി ഊരിക്കൊണ്ടുപോകുന്നത്, അല്ലേ? ഒരു വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആ വീട്ടിനകത്തുള്ള സകലമാന സാധനങ്ങൾ മോഷ്ടിച്ച് കഴിഞ്ഞാൽ മാത്രമേ കട്ടിളപ്പാളി ഊരിക്കൊണ്ടുപോകുള്ളൂ. അപ്പൊ ശബരിമല സന്നിധാനത്തിൽ പോയി ആ സന്നിധാനത്തിന് മോഷ്ടിക്കാൻ ഒന്നും ബാക്കിയില്ല എന്ന് ഉറപ്പായതിനു ശേഷമാണ് അവിടുത്തെ കട്ടിളപ്പാളി വരെ ഊരിക്കൊണ്ടുപോയിരിക്കുക. ആരാ ഊരിക്കൊണ്ടുപോയിരിക്കുന്നത്? CPM നേതാക്കന്മാർ. CPM സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, മുൻ MLA
അവരുടെ പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാർ ഇപ്പൊ ജയിലിനകത്താണ്. CPM-ന്റെ മറ്റൊരു നേതാവ് വാസു 2 തവണ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഗുരുദാസൻ മന്ത്രിയായിരുന്നപ്പോൾ APS ആയിരുന്ന വാസു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന വാസു ഇന്ന് ജയിലിനകത്താ. എന്തിന്റെ പേരിലാണ് ജയിലിനകത്തായിട്ടുള്ളത്? ശബരിമലയിലെ സ്വർണം കവർന്നതിന്റെ പേരിൽ. ശബരിമലയിൽ നിന്ന് ഭക്തർ സമർപ്പിച്ചിട്ടുള്ള സ്വർണം മോഷ്ടിച്ചെടുത്ത കേസിൽ CPM-ന്റെ 2 സമുന്നതരായിട്ടുള്ള നേതാക്കൾ ജയിലിൽ കിടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, CPM ആ നേതാക്കന്മാരെ തള്ളിപ്പറയാൻ പോലും തയ്യാറായിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, CPM-കാരാ ആ അന്വേഷണം ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരുണ്ടാക്കിയിട്ടുള്ള അന്വേഷണമാണോ? അല്ലല്ലോ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പിണറായി വിജയന്റെ പോലീസിന്റെ പേരോടെയുള്ള ആളുകളല്ലേ ആ അന്വേഷണം നടത്തുന്നത്. എന്നിട്ട് ആ അന്വേഷണം നടത്തിയിട്ട് അതിന്റെ ഭാഗമായിട്ട് പിടികൂടിയിട്ടുള്ള നേതാക്കന്മാരെ തള്ളിപ്പറയാൻ പോലും തയ്യാറാകാത്തവർ. UDF ചെയർമാൻ MT അബ്ദുൽ സലാം അധ്യക്ഷനായിരുന്നു. KPCC അംഗം റിയാസ് മുക്കോളി, അഡ്വക്കേറ്റ് M രാമദാസ്, അഡ്വക്കേറ്റ് AM ജമാൽ, ഹക്കീം ചൂരക്കോടെ, ദാവൂദ് കളത്തിൽ, MT കുഞ്ഞു മുഹമ്മദ്, നാസർ ചൂരക്കോടെ, സദക്കത്തുള്ള, കബീർ കളത്തിൽ, K അബ്ദുഹാജി, നൌഷാദ്, CK സിദ്ദീഖ്, K അസീസ്, EP ഇക്ബാൽ, M വിജയകുമാർ, അൻവർ സാദത്ത്, K സുലൈഖ, സേതു കോടനാട് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന പട്ടാമ്പി ഭൂരേഖ തഹസിൽദാർ VP സെയ്ദ് മുഹമ്മദിന് യാത്രയയപ്പ് നൽകി. സർവീസിൽ നിന്നും വിരമിക്കുന്ന പട്ടാമ്പി താലൂക്ക് ഭൂരേഖ തഹസിൽദാർ VP സെയ്ദ് മുഹമ്മദിനാണ് പട്ടാമ്പി താലൂക്കിലെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകിയത്. യാത്രയയപ്പ് സമ്മേളനം ഡെപ്യൂട്ടി കളക്ടർ SS ആൽഫ ഉദ്ഘാടനം ചെയ്തു. എന്റെ മേഖല വരുന്നത് RR ആണ്. എന്നിരുന്നാൽ പോലും പട്ടാമ്പിയിലെ ARO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പൊ അദ്ദേഹം വിരമിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ എത്തുന്ന സമയത്ത് തന്നെ എന്നോട് എല്ലാ ആളുകളും പറഞ്ഞിരുന്നത്, പട്ടാമ്പിയാണ് ഇലക്ഷന് കിട്ടുന്നത്, ഒരു കാരണം കൊണ്ട് വിഷമിക്കേണ്ടതില്ല, അവിടെ സെയ്ദ് മുഹമ്മദും കിഷോറും ഉണ്ട്, അതുകൊണ്ട് ഒരു കാരണത്താൽ ഒരു കാര്യത്തിലും വിഷമിക്കേണ്ടതില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വളരെയധികം സന്തോഷിച്ചിരുന്നു. പക്ഷെ ഇവരുമായിട്ട് കൂടുതൽ എടുത്തപ്പോഴാണ് മനസ്സിലായത് രണ്ടുപേരും ഉടനെ റിട്ടയർ ആവാൻ പോവുകയാണെന്നുള്ളത്. അപ്പൊ അത് ശരിക്കും വന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് സെയ്ദ് മുഹമ്മദ് റിട്ടയർ ആവുമ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷത്തോടു കൂടി റിട്ടയർ ആവാം. കാരണം നമ്മളെപ്പോഴും നമ്മുടെ കരിയറിൽ ഒരു നല്ലൊരു പീക്കിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അച്ചീവ്മെന്റ് കിട്ടുമ്പോൾ റിട്ടയർ ആവാന്ന് പറയുന്നത് എന്നും നമ്മൾ ഓർമ്മിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ SIR-ന്റെ കാര്യത്തില് പട്ടാമ്പി മണ്ഡലമാണ് പാലക്കാടിൽ ഒന്നാമത് നിൽക്കുന്നത്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ പട്ടാമ്പിയിലെ ARO കൂടിയായ സെയ്ദ് മുഹമ്മദ് ഇന്ന് റിട്ടയർ ആകുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ റിട്ടയർ ആവാം. ഡെപ്യൂട്ടി കളക്ടർ സക്കീർ ഹുസൈൻ, തഹസിൽദാർ TP കിഷോർ, റിട്ടയർഡ് ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി, മറ്റു ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഉപഹാരങ്ങളും ചടങ്ങിൽ VP സെയ്ദ് മുഹമ്മദിനെ സമ്മാനിച്ചു. മഞ്ചേരി കുള്ളൻവാഴയിൽ മികച്ച വിളവുമായി വല്ലപ്പുഴ സ്വദേശി മോഹൻദാസ്. മഞ്ചേരി കുള്ളൻവാഴയുടെ വിളവെടുപ്പിലാണ് ചെറുകോട് മുക്കിലാവിൽ മോഹൻദാസ്. 5-ാം മാസം തന്നെ കുലവിരുന്ന കുള്ളൻ വാഴകൃഷി വല്ലപ്പുഴ പഞ്ചായത്തിൽ ആദ്യമായാണ് നടപ്പാക്കുന്നത്. പഞ്ചായത്തിലെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വാഴകൃഷി കൂടിയാണ് ഇതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. വല്ലപ്പുഴ പഞ്ചായത്തിലെ മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരം ലഭിച്ച മോഹൻദാസിന്റെ 2 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ എല്ലാത്തരം കൃഷികളും ഇറക്കിയിട്ടുണ്ട്. പുതുതായാണ് മഞ്ചേരി കുള്ളൻവാഴ പരീക്ഷിച്ചത്. തണ്ടുബലവും ഉയരവും കുറവായതിനാലും കാറ്റിലും മഴയിലും ഇവ വീഴില്ല. പ്രവാസ ജീവിതത്തിന് ശേഷമാണ് കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലമായി കാർഷിക മേഖലയിൽ മോഹൻദാസ് സജീവമാണ്. നാടൻ കൂവയും ഇഞ്ചിയും ചേനയും കൂർക്കയുമെല്ലാം ഇയാളുടെ കൃഷിയിടത്തിൽ വളരുന്നുണ്ട്. എള്ള്, മുതിര, ചെറുപയർ ഉൾപ്പെടെയുള്ളവയും മോഹൻദാസ് പരീക്ഷിച്ചിട്ടുണ്ട്. കൃഷിയിടത്തിലുണ്ടായ മഞ്ചേരി കുള്ളന്റെ 2ാം ഘട്ട വിളവെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 8 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന ഒരു ഇനം വാഴയാണത്. അത്യുൽപാദന ശേഷിയുള്ള വാഴ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നന്നായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവിധ കൃഷികളും ഞാൻ എടുക്കുന്നുണ്ട്. ഇഞ്ചി, ചേന, കൂവ, ചക്കര കൂവ, കിഴങ്ങുവർഗ്ഗങ്ങളിൽപ്പെട്ട കപ്പ ഇവയെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ വളത്തിൽ. അതേപോലെ തന്നെ പച്ചക്കറി ഇനത്തിൽ മത്തങ്ങ, കുമ്പളങ്ങ, വെള്ളരിക്ക
ചിരങ്ങ, വഴുതനങ്ങ, പച്ചമുളക് എന്നിവയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം മരിച്ചീനി വർഗത്തിൽപ്പെട്ട മൂത്തച്ചി എന്ന ഇനമാണ് അത്യുൽപാദന ശേഷിയുള്ളതാണെന്ന് അറിയപ്പെട്ടത്. അതുപോലെ തന്നെ നാളികേരത്തിൻ്റെ വർഗത്തിൽ സണ്ണങ്കി, തീൻറ്റുടി എന്നീ ഇനങ്ങളുണ്ട്. കേരകണ്ട് നല്ല വിളവെടുക്കുന്ന സാധനങ്ങളാണ്. പിന്നെ കവുങ്ങ് വർഗത്തിൽ കാസർഗോഡൻ കുള്ളനാണ് എൻ്റെ അടുത്തുള്ളത്. നന്നായിട്ട് വിളവെടുക്കുന്നുണ്ട്. പിന്നെ കൂർക്ക, നല്ല അത്യുൽപാദന ശേഷിയുള്ള കൂർക്കയാണ് പ്രശ്നം നട്ടുള്ളത്. അതുപോലെ തന്നെ വിയറ്റ്നാം മർലി ഏകദേശം 4-5 മാസമായി ഞാൻ ചക്ക മൂത്തതും പഴുത്തതായിട്ട് ഒഴിക്കുന്നു. അതുപോലെ തന്നെ ഇടിച്ചിരിക്കുന്ന നല്ല പ്രാധാന്യമുള്ള സാധനമാണ്. രത്നശാലി, നെല്ലിനം ഉൾപ്പെടെയുള്ള നെൽകൃഷിയിലും മോഹൻദാസ് വിജയഗാഥ രചിച്ചിട്ടുണ്ട്. മികച്ച വിളവാണ് മഞ്ചേരി കുള്ളൻവാഴയിലും ലഭിച്ചതെന്ന് മോഹൻദാസ് പറഞ്ഞു. പട്ടാമ്പി BRCയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി ദിനാചരണം വിവിധ പരിപാടികളോടെ നടത്തും. ഇതിന്റെ ഭാഗമായി വിളംബര റാലി സംഘടിപ്പിച്ചു. പട്ടാമ്പി BRCയുടെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി ദിനാചരണം വിവിധ പരിപാടികളോടെയാണ് നടത്തുന്നത്. ഒരാഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന ഭിന്നശേഷി വാരാചരണവും ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നുമാണ് വിളംബര റാലി ആരംഭിച്ചത്. പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ C ഹരിദാസൻ വിളംബര റാലിയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. സമൂഹത്തിലെ ഒരു അവയർനെസ് ഉണ്ടാക്കുക, അതുപോലെ പിന്നെ എല്ലാ കുട്ടികൾക്കും നമ്മുടെ രാജ്യത്തുള്ള എല്ലാ അവകാശങ്ങളും എല്ലാവർക്കും ഉള്ളതാണ്. അതെല്ലാവരിലേക്കും എത്തിക്കുക. ഇതാണ് നമ്മൾ ദിനാചരണത്തോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഗവൺമെൻറ് പല നിയമങ്ങളും ഇതിനുവേണ്ടി പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും നിയമപരമായ ഒരു പരിരക്ഷ അവിടെ ലഭ്യമാകുന്നു. അതുപോലെ പിന്നെ ജോലികളിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കും. അങ്ങനെ നമ്മുടെ സമൂഹത്തിനൊപ്പം തന്നെ സഞ്ചരിക്കാൻ, എല്ലാവരും ഒരേപോലെ സഞ്ചരിക്കാൻ വേണ്ടിയുള്ള രീതിയിലേക്കാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ വേറൊരു ഇൻസിഡൻറ്റ് കൂടി പറയാം. ഞാൻ വർക്ക് ചെയ്തിരുന്ന വേറൊരു സ്ഥലത്ത് അവിടെ ഒരുപാട് രോഗികളുണ്ടായിരുന്നു. കിടപ്പിലായ രോഗികളും നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് രോഗികളുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം ആളുകൾക്ക് എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ളൊരു ചിന്തയുടെ ഭാഗമായിട്ട് ആ പഞ്ചായത്ത് അവർക്ക് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. അതായത് കുട നിർമ്മാണം. കേരള പാരാ അത്ലറ്റിക്സ് ജേതാവും +2 വിദ്യാർത്ഥിയുമായ ഉനൈസ്, സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേള താരം അസ്ലഹ് എന്നിവർ ദീപശിഖ ഏറ്റുവാങ്ങി. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ VP മനോജ്, സ്കൂൾ പ്രധാനാധ്യാപിക ഗീത, ഡെപ്യൂട്ടി പ്രധാനാധ്യാപിക തൗലത്ത്, BRC ട്രെയിനർ K സ്മിത, ഹൈസ്കൂൾ അധ്യാപകർ, വിളയൂർ ബഡ്സ് സ്കൂളിലെ അധ്യാപകർ, ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ, മറ്റു രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവരും റാലിയിൽ അണിനിരന്നു. വിളയൂർ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ബാൻഡ് മേളവും റാലിക്ക് അകമ്പടിയേകി. റാലി ടൗണിൽ സമാപിച്ചു. തുടർന്ന് പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികളും BRC അധ്യാപകരും ചേർന്ന് ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു. BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് വിളംബര റാലിക്ക് നേതൃത്വം നൽകി. ഇരുപത്തിയഞ്ചാമത് കടുകശ്ശേരി മുഴുവൻ വിളക്കും അന്നദാനവും നടത്തി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളുണ്ടായി. തുടർന്ന് ആറങ്ങോട്ടുകര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും മേളത്തോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. താലമേന്തിയ മാളികപ്പുറങ്ങളുടെയും ഉടുക്കുപാട്ടിന്റെയും മേളത്തിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം പന്തലിൽ പാട്ട്, പാൽക്കുടം എഴുന്നള്ളിപ്പ്, കനലാട്ടം, വെട്ടുംതട, തിരി ഉഴിച്ചിലോടുകൂടി വിളക്കിന് സമാപനമായി. ഞാങ്ങാട്ടിരി, വറവട്ടൂർ മാധവൻ വെള്ളിച്ചപ്പാടും സംഘവുമായിരുന്നു വിളക്ക് യോഗക്കാർ. അന്നദാനവും ഉണ്ടായി. ഇങ്ങോട്ട്
എല്ലാവരും ഇങ്ങോട്ട് നോക്കട്ടോ. ഇതുവരെയ്ക്ക് നമ്മൾ അരവളക്കായിരുന്നു. അതിവിപുലമായിട്ടുള്ള അന്നദാനം, തലേദിവസം കുട്ടികളുടെ പ്രോഗ്രാം, ഇനിയിപ്പോൾ 30 ആളുടെ മേളത്തോടു കൂടി ആറങ്ങോട്ടുകര മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പാലക്കുമ്പഴി കണ്ടിട്ടു. 25 വർഷമായിട്ടും ഞങ്ങൾ തന്നെയാണ് നാട്ടിലെ എല്ലാവരും ഒരുമിച്ച് നടത്തുന്ന ഒരു ദേശവിളക്കാണ്. നല്ല ജനപങ്കാളിത്തം ഉള്ള വിളക്കാണ്. ഇതിനു മുമ്പ് ഞാൻ ഈ വാർഡിലെ മെമ്പറായിരുന്നു. ആ മെമ്പറായിട്ട് ഇപ്പോൾ നമ്മളൊരു ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഇടയിലും ഞങ്ങൾ ഇതിനെ അതിവിപുലമായി തന്നെ നടത്തുന്നത്. അപ്പോൾ ദേശവിളക്ക്, മുഴുവൻ വിളക്ക് എന്ന് പറഞ്ഞ സംഭവം എല്ലായിടത്തും അങ്ങനെ നടത്തില്ല. വീട്ടുകളിൽ നടത്താൻ പറ്റാത്തതും നമ്മുടെ ദേശത്ത് അമ്പലങ്ങളിലും അതുപോലെ ദേശത്ത് മാത്രമാണ് മുഴുവൻ നടത്തുന്നത്. ഒരുപാട് ആചാരങ്ങളും അരവണക്കാണെങ്കിൽ നമുക്ക് 2 പൂജ മതി. ഇതിന് നമുക്ക് 5 പൂജയാണ്. 5 ദേവദേവന്മാരാണ്. അവർക്ക് 5 പൂജ ചെയ്തിട്ടാണ് ഈ മുഴുവൻ നടത്തുന്നത്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.